കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന സമയത്ത് അവരുടെ ദേഹം കഴുകാൻ വൃത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ഉപയോഗിക്കുക? സോപ്പ്. സോപ്പ് എന്ന് പറയുമ്പോൾ ആ നീളത്തിലുള്ള ആ ഒരു ഷേപ്പിലുള്ള പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരല്ല സോപ്പ്. അതിൻ്റെ കെമിക്കൽ കോമ്പണൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സോപ്പ് എന്ന കെമിക്കൽ കോമ്പണൻറ്റ് അടങ്ങിയ ആ ബാറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ബേബി സോപ്പുകൾ. പക്ഷേ ഇത് കൂടാതെ മറ്റൊരു കെമിക്കൽ കോമ്പണൻറ്റ് വെച്ച് ഉണ്ടാക്കുന്ന ബാറുകളും അവൈലബിൾ ആണ്. ആ കെമിക്കൽ കോമ്പണൻറ്റിൻ്റെ പേര് സിന്തറ്റുകളാണ്, എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ഡിറ്റർജൻസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കുട്ടികളുടെ ദേഹം ക്ലീൻ ആക്കാൻ സിന്തറ്റിക് ഡിറ്റർജൻസ് ഉപയോഗിച്ചിട്ടുള്ള ബാറുകൾ അവൈലബിൾ ആണ്. സോപ്പ് എന്ന കെമിക്കൽ കോമ്പണൻറ്റ് അടങ്ങിയിട്ടുള്ള ബാറുകൾ അവൈലബിൾ ആണ്. നമ്മൾ ചെറിയ ബേബീസിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് 1 വയസ്സ് അല്ലെങ്കിൽ 1.5 വയസ്സിനൊക്കെ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്ക് കുറച്ചും കൂടി നല്ലത് സിന്തറ്റുകളാണ് സോപ്പിനേക്കാൾ, പ്രത്യേകിച്ച് അവരുടെ ആദ്യത്തെ 6 മാസത്തിൽ. പക്ഷേ എല്ലാ കുഞ്ഞുങ്ങളും സിന്തറ്റുകൾ വാങ്ങണമെന്ന് നിർബന്ധമില്ല. കാരണം സോപ്പിനെ അപേക്ഷിച്ച് സിന്തറ്റുകൾക്ക് വില കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും വേണമെന്നില്ല. പക്ഷെ ഒരു കൂട്ടം കുട്ടികൾക്ക് അത് നിർബന്ധമാണ്, അല്ലെങ്കിൽ കഴിയുന്നതും നിങ്ങൾ അതിലോട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കണം. ഏതാണ് ആ കൂട്ടം? നല്ല രീതിയിൽ ഡ്രൈ സ്കിന്നുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ എക്സിമ അഥവാ എറ്റോപിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള സ്കിന്നെ ബാധിക്കുന്ന, സ്കിന്ന് ഡ്രൈ ആകുന്ന അവസ്ഥകളുള്ള അല്ലെങ്കിൽ കണ്ടീഷനുകളിൽ നിങ്ങൾക്ക് സോപ്പ് എന്ന കോമ്പണൻറ്റിനേക്കാൾ സിന്തറ്റുകളാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇനിയിപ്പോൾ പാരൻസ് ആയ നിങ്ങൾക്കൊരു 6 മാസമോ അല്ലെങ്കിൽ 1 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുണ്ട്, എൻ്റെ കുട്ടിക്ക് ഡ്രൈ സ്കിൻ വരാതിരിക്കാൻ എനിക്ക് സിന്തറ്റുകൾ എക്കണോമിക്കലി യൂസ് ചെയ്യുന്നതിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളപ്പോഴും നിങ്ങൾക്ക് സിന്തറ്റുകൾ, സോപ്പുകൾക്കും മുകളിൽ സിന്തറ്റുകൾ ചൂസ് ചെയ്യാം. എങ്ങനെ നിങ്ങൾക്ക് സിന്തറ്റുകൾ വാങ്ങാം? വാങ്ങാൻ എളുപ്പമാണ്. കാരണം ഈ സിന്തറ്റ് ബാർ എന്ന് ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കാലങ്ങളായി ഉപയോഗിച്ച്, സോപ്പാണെന്ന് കരുതി ഉപയോഗിച്ച് പോരുന്ന ബാറുകൾ പലപ്പോഴും സിന്തറ്റുകളായി ആകാം. കാരണം സോപ്പും സിന്തറ്റും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പം അതിൽ എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾ നോക്കുക, അതിൽ സോപ്പ് ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൽ തന്നെ ഉണ്ടാവും സിന്തറ്റ് ബാർ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഈ 2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടോ നോക്കുക. അപ്പം ഇത് ആർക്കാണ് ഇമ്പോർട്ടൻറ്റ്? ഡ്രൈ സ്കിന്ന് വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഡ്രൈ സ്കിന്ന് വരുന്ന കണ്ടീഷൻസ് ഉള്ള കുട്ടികളുടെ പാരൻസ് എന്തായാലും ഇതിലോട്ട് മാറുന്നതാണ് നല്ലത്. ഇത് മാത്രമല്ല, ഡ്രൈ സ്കിന്ന് വരാതിരിക്കാനും ഡ്രൈ സ്കിന്ന് വന്ന അല്ലെങ്കിൽ എക്സിമ ഉള്ള കുട്ടികളുടെ പാരൻസ് ഈ സിന്തറ്റിലോട്ട് മാറുന്നതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റ് ചില സ്കിൻ കെയർ റൂട്ടീൻസും ഉണ്ട്. അതടങ്ങിയ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മുകളിൽ ബേബി റൂട്ടീൻ എന്ന ഹൈലൈറ്റിലും സ്കിൻ എന്ന ഹൈലൈറ്റിലും ഞാൻ കൊടുക്കാം. അതൊന്ന് ചെക്കൗട്ട് ചെയ്താൽ അതിൻ്റെ ലിങ്ക് കിട്ടും. അപ്പോൾ അതിൽ ഏതൊക്കെ ബ്രാൻഡുകളാണെന്നും ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. കാരണം അത് ഒരു റീലിൽ ഒതുങ്ങുന്ന ടോപ്പിക്കല്ല, കുറച്ചധികം പറയാനുള്ളതുകൊണ്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ബ്രാൻഡാണെന്നും അതിനെക്കുറിച്ച് ഒക്കെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ. പ്രത്യേകിച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡ്രൈ സ്കിന്ന് വരാൻ സാധ്യതയുള്ള കുട്ടികൾക്ക്, ഡ്രൈ സ്കിൻ ഓൾറെഡി ഇപ്പോൾ വന്ന് അത് ബുദ്ധിമുട്ടാകുന്ന കുട്ടികൾക്ക്, എക്സിമ ഉള്ള കുട്ടികൾക്ക് അവരുടെ പാരൻസ് എന്തായാലും കാണാം. ബാക്കിയുള്ള 1 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ പാരൻസിനും അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഈ ഡ്രൈ സ്കിൻ തടയാമെന്ന് അത് കണ്ടാൽ മനസ്സിലാവും.